ഈ കടിച്ച പാമ്പിനെ കൊണ്ട് വിഷം ഇറക്കുക എന്ന് പറയില്ല, അതുപോലെ അമ്മ തന്നെ പറഞ്ഞിട്ട് ഇങ്ങനെ ഉണ്ടെന്ന്. പക്ഷേ എനിക്ക് കണ്ടിട്ട് ഭയങ്കര ടേസ്റ്റായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ഞാൻ തമാശ പറഞ്ഞതാണ് അമ്മയ്ക്ക്. കഴിച്ചു നോക്ക് ഞാൻ ഒരു വിഷം എടുക്കാം. പക്ഷെ നല്ല ഭംഗിയുണ്ടല്ലേ കാണാൻ. വെൽക്കം ടു അജീസ് ഇന്നോവേഷൻസ്. ഇന്ന് എൻ്റെ കയ്യിൽ എന്താണെന്നുണ്ടല്ലോ, ഒരു കിടിലൻ നാടൻ കോഴിയാണ്, കണ്ടോ. അപ്പോൾ ഇതൊരു സ്പെഷ്യൽ എപ്പിസോഡാണ്. കാരണം അമ്മ ഇന്ന് എൻ്റെ കൂടെ ഉണ്ട്. അമ്മയെ വെച്ച് 1-2 വീഡിയോസ് ഞാൻ നേരത്തെ പോസ്റ്റ് ചെയ്തിരുന്നു. അപ്പോൾ കുറേ പേര് ആവശ്യപ്പെട്ടു അമ്മയെ കൊണ്ട് 1-2 ഐറ്റംസ് കുക്ക് ചെയ്ത് കാണിക്കണം. അമ്മയുടെ ഒരു മാസ്റ്റർ പീസ് ഐറ്റമാണ് ശരിക്കും ചിക്കൻ, നാടൻ കോഴി കൊണ്ടുള്ള തോരൻ എന്ന് പറയുന്നത്. സോ ഞങ്ങൾ നാടൻ കോഴിയുടെ തോരൻ ഉണ്ടാക്കാനാണ് പ്ലാൻ ചെയ്യുന്നത്. അടുത്ത വീട്ടിൽ നോക്കി നല്ലൊരു കോഴിയെ കിട്ടി, നല്ല ഭംഗിയുണ്ട്. ഇത് വേറൊന്നും വിചാരിക്കേണ്ട, പൂവൻ കോഴിയാണ്. ഇതിനെക്കൊണ്ട് കറിക്കല്ലാതെ വേറൊന്നിനും കൊള്ളൂല കേട്ടോ. സോ അതുകൊണ്ട് ഞങ്ങളിതിനെ തോരൻ ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ ഇത് ശരിക്കും നാടൻ കോഴി ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇതിൻ്റെ തൊലി അല്ലെങ്കിൽ തൊലി ഉൾപ്പെടെ എടുത്തിട്ടേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മൾ പുറത്ത് കൊടുത്ത് കട്ട് ചെയ്യുകയാണെങ്കിൽ അവർ തൊലിയെല്ലാം കളഞ്ഞു തരാം. അപ്പോൾ ഇത് ഞാൻ തന്നെ ഒന്ന് കട്ട് ചെയ്തിട്ട് എന്താ പറയുക, തൂവലൊക്കെ കളഞ്ഞെടുക്കേണ്ട പരിപാടിയിലാണ്. ഓക്കെ, നോക്കാം നമുക്ക് എങ്ങനെയാണ്. അപ്പോൾ ഞങ്ങൾ കോഴിയൊക്കെ നന്നായിട്ട് വൃത്തിയാക്കി ഞങ്ങളുടെ കിച്ചണിലേക്ക് എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ചിക്കൻ തോരൻ്റെ പ്രിപ്പറേഷൻ ആരംഭിക്കാം. എല്ലാം അമ്മ പറഞ്ഞ പ്രകാരം ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അമ്മയ്ക്ക് ഇങ്ങനെ ക്യാമറയെ ഫേസ് ചെയ്യുമ്പോൾ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്, അതുകൊണ്ടെല്ലാം ഞാൻ തന്നെ പറയണമെന്നാണ് പറയണത്. അപ്പോൾ നമുക്ക് ഒന്നായിട്ട് നോക്കാം എങ്ങനെയാണ് ചിക്കൻ തോരൻ്റെ പ്രിപ്പറേഷൻ എന്ന്. ഞാൻ ദേ മൊത്തം ചിക്കൻ വെട്ടി, അതൊരു 3 കിലോളം ഉണ്ടായിരുന്നു കേട്ടോ. അതിൽ 1 കിലോ ചിക്കൻ മാത്രം എടുത്തിരിക്കുന്നത്. വളരെ ചെറുതായിട്ട് കണ്ടോ വെട്ടി വെച്ചിട്ടുണ്ട്. എപ്പോഴും തോരൻ ഉണ്ടാക്കുമ്പോൾ എത്രത്തോളം ചെറുതാക്കി ചെയ്യാമോ അത്രയും ചെറുതാക്കി ചെയ്യുക. ഇത് ഞാൻ മൊത്തം എന്താ പറയുക, മാംസം മാത്രം, എല്ലില്ലാതെ എടുത്തിരിക്കണം. നിങ്ങൾക്ക് എല്ലുണ്ടെങ്കിലും കുഴപ്പമില്ല, ലാസ്റ്റ് റിമൂവ് ചെയ്താൽ മതി. ഇതിന് ഞാനിപ്പോൾ ഒരു കുക്കറിലേക്ക് ഇടുകയാണ്. ഒരു 2 പച്ചമുളക് ഇതിലേക്ക് ഇടുന്നുണ്ട്. ഒരു 2 തണ്ട് കറിവേപ്പില ഇടുന്നുണ്ട്. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട്. ഒരു പകുതി നാരങ്ങയുടെ നീര് ഇതിലേക്ക് ഒഴിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഒരു ടീസ്പൂൺ ഉപ്പും കൂടി ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. സോ ഇത്രയുമാണ് നമ്മൾ കുക്കറിൽ വെച്ച് വേവിക്കാൻ ആവശ്യമായ ഐറ്റംസ്. ഇതിൽ വെള്ളം ഒഴിക്കണം നിർബന്ധമില്ല, കാരണം ചിക്കനിൽ അത്യാവശ്യം വെള്ളം ഉണ്ടാവും. പിന്നെ വേറൊരു പ്രശ്നം, ഇത് നാടൻ കോഴി ആയത്, നിങ്ങൾ നാടൻ കോഴി കിട്ടിയില്ലെങ്കിൽ ഇത് സെയിം സാധനം നിങ്ങൾക്ക് ബ്രോയിലറിൽ ചെയ്യാം. പക്ഷേ ഇത് നാടൻ കോഴിയാണെങ്കിൽ കുറേ അധികം സമയം വേവാനുണ്ട്. അപ്പോൾ കുറച്ച് വെള്ളം കൂടി നമുക്ക് ഒഴിച്ചു കൊടുക്കണം. ഓക്കെ, സോ അതുകൊണ്ട് ഇതിലേക്കൊരു 1/2 കപ്പ് വെള്ളം കൂടി ഞങ്ങൾ ഒഴിക്കുന്നുണ്ട് കേട്ടോ. യെസ്, എന്നിട്ട് ഞാൻ നന്നായിട്ടൊന്ന് ഇളക്കാണ്. ഞാൻ ഇതിനെ സ്റ്റൗ കത്തിച്ചിട്ട് വെക്കാൻ പോവാം കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞു ഇത് നാടൻ കോഴിയാണ്. എത്ര വിസിൽ വേണം? 10 വിസിൽ. സോ 10 വിസിൽ വരുന്നത് വരെ ഒരു മീഡിയം ഫ്ലെയിമിൽ കേട്ടോ, ഹൈ ഫ്ലെയിമിൽ വേണ്ട, ഒരു മീഡിയം ഫ്ലെയിമിൽ 10 വിസിൽ വരുന്നവരെ വേവട്ടെ. ആ സമയം നിങ്ങൾ ബാക്കിയെല്ലാം എടുത്ത് വെക്കാം, ശരിയല്ലേ? അപ്പോൾ നമ്മുടെ ചിക്കൻ 10 വിസിൽ വെന്തു ഞങ്ങൾ മാറ്റി വെച്ചിട്ടുണ്ട്. ആ സമയം ഞങ്ങളൊരു പാൻ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. ചിക്കൻ്റെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പോകണം. അമ്മ റെഡിയാണ്. ആദ്യം ഒരു വെളിച്ചെണ്ണ ഒഴിക്കാൻ പോവാം. മതിയാവും പറയണേ, മതിയാ. ഒരു 2 ടേബിൾ സ്പൂൺ കണക്കാക്കിയിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് ഒരു 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക്. പിന്നെ ഒരു 2 വറ്റൽമുളക്, ഉണക്കമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 2 തണ്ട് കറിവേപ്പില കേട്ടോ. എന്നിട്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ചത്, ഒരു ടേബിൾ സ്പൂൺ തന്നെ വെളുത്തുള്ളി ചതച്ചത്, ഇതിൻ്റെ പച്ചമണം ഒന്ന് മാറി തരണം കേട്ടോ. സോ ഇനി അതിലേക്ക് ആഡ് ചെയ്യാൻ പോകുന്നത് ഒരു 2 ടേബിൾ സ്പൂൺ തേങ്ങ കൊത്ത കേട്ടോ. നല്ല മുറ്റിയ തേങ്ങയുടെ സ്ലൈസസ് ആണ്, നല്ല ടേസ്റ്റ് ആയിട്ട് കഴിഞ്ഞാൽ. ഈ തേങ്ങാക്കൊത്ത് ചെറുതായിട്ടൊന്ന് മൂത്ത് വരുന്നത് വരെ ഇളക്കി കൊടുക്കാം. അപ്പോൾ തേങ്ങാക്കൊത്തൊന്ന് മൂത്ത് വന്നിട്ടുണ്ട് കണ്ടല്ലോ. ആ സമയം നമ്മളിതിലേക്ക് ചെറിയ ഉള്ളിയാണ് ഞാൻ ചതച്ച് വെച്ചിരിക്കുകയാണ്. ഒരു 1/4 കിലോ ചെറിയ ഉള്ളിയാണ് എടുത്തിരിക്കുന്നത്. ഒരു 50ഓളം വരുമായിരിക്കും കേട്ടോ. വെയിറ്റ് നോക്കുമ്പോൾ 1/4 കിലോ. എപ്പോഴും നമ്മൾ ചിക്കൻ തോരൻ ഉണ്ടാക്കുമ്പോൾ ചെറിയ ഉള്ളിയാണ് ടേസ്റ്റ്. പിന്നെ ചെറിയ ഉള്ളി ഇൻ കേസ് നിങ്ങൾക്ക് കിട്ടിയില്ല എങ്കിൽ സവാള ഇട്ടാലും മതി കേട്ടോ. പക്ഷെ നമ്മൾ ഉള്ളി ഇട്ട് കഴിഞ്ഞാൽ കുറച്ച് ഉപ്പും കൂടെ ഞാൻ എപ്പോഴും പറഞ്ഞ പോലെ ഇട്ട് കൊടുക്കുക. ഉപ്പിട്ട് കഴിഞ്ഞാൽ ഉള്ളി എളുപ്പത്തിൽ വാടി കിട്ടും. അപ്പോൾ ഇതൊന്ന് ചെറിയ ബ്രൗൺ നിറമാവട്ടെ കേട്ടോ.
നമ്മുടെ ഉള്ളി ഇപ്പോൾ ഒരു ലൈറ്റ് ബ്രൗൺ നിറമായിട്ടുണ്ട്. ഇനി നമുക്കിതിൽ ആവശ്യമായ എരിവൊക്കെ ചേർത്ത് കൊടുക്കാം, മസാലയൊക്കെ ചേർത്ത് കൊടുക്കാം. ഞാൻ 1.5 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ എടുത്തിരിക്കണം കേട്ടോ. തീ കുറയ്ക്കണം. എപ്പോഴും പൊടിയിടുമ്പോൾ തീ പരമാവധി കുറച്ചേക്കണം കേട്ടോ, ഞാനും പറയാറുള്ളതാണ്. 1.5 ടേബിൾ സ്പൂൺ കേട്ടോ കാശ്മീരി ചില്ലി പൗഡർ. നല്ല നിറം കിട്ടാൻ കേട്ടോ കാശ്മീരി ചില്ലി പൗഡർ ഉപയോഗിക്കണേ. പിന്നെ ഞാൻ ഇതിലേക്ക് ഇടുന്നത് 1 ടേബിൾ സ്പൂൺ ക്രഷ്ഡ് ചില്ലിയാണ്, ചതച്ച മുളകാണ്. നമ്മൾ മുളക് പൊടിയല്ല ചേർക്കുന്നത്. നിങ്ങൾക്ക് ക്രഷ്ഡ് ചില്ലി കിട്ടിയില്ലെങ്കിൽ സാധാ മുളക് പൊടി ചേർത്താൽ മതി കേട്ടോ, എരിവനുസരിച്ച്. പിന്നെ 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട്. ഇത്രയും നന്നായിട്ട് മൂപ്പിക്കുക. അതിലിട്ട് മസാല നന്നായിട്ട് മൂത്ത് വരുന്നത് വരെ അത് ഇളക്കി കൊടുക്കുക കേട്ടോ. ഈ ക്രഷ്ഡ് ചില്ലി ഇടുമ്പോൾ അല്ലെ ചതച്ച മുളക് ഇടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് സാധാ മുളക് പൊടിയേക്കാളും. അവിടെ മസാലയൊക്കെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്, അതായത് മുളക് പൊടിയും മല്ലിപ്പൊടിയും മൂത്ത് വന്നിട്ടുണ്ട്. ഈ സമയം ഇതിലേക്ക് തേങ്ങ, ചിരകിയെടുത്ത തേങ്ങയാണ് ഇത്. ഒരു തേങ്ങയുടെ പകുതിയാണ്, ഒരു വലിയ മുറി തേങ്ങ കേട്ടോ. അപ്പോൾ ഈ തേങ്ങ ചെറുതായിട്ടൊന്ന് മൂത്ത് വരുന്നത് വരെ ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ തേങ്ങ ചെറുതായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഈ സമയം നമ്മൾ ഈ വേവിച്ച് വെച്ച ചിക്കനിലേക്ക് അടി കൊടുക്കുക കേട്ടോ. കുറച്ച് വെള്ളമുണ്ട്, നമുക്ക് ഒറ്റയ്ക്കെടുക്കാതെ. ചിക്കൻ നന്നായിട്ട് ഇളക്കി ഞാൻ ഹെൽപ്പ് ചെയ്യാം. നമുക്ക് കൈക്കത്ര ആരോഗ്യം പോരാ. സോ ഈ വെള്ളം ഒന്ന് വറ്റി വരുന്നത് വരെ ഇളക്കി കൊടുക്കാം കേട്ടോ. സോ നമ്മുടെ ചിക്കൻ തോരൻ്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. ഈ സമയം ഇതിലേക്ക് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട്. ടമ 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല ചേർക്കുന്നുണ്ട്, 1/2 ടീസ്പൂൺ വലിയ ജീരകം പൊടിച്ചത്. ഇനി 1/2 ടീസ്പൂൺ തന്നെ ചെറിയ ജീരകം പൊടിച്ച് ചേർക്കുന്നുണ്ടേ. സോ ഇത്രയാണ് ശരിക്കുള്ള എന്താ പറയുക ഒരു നല്ല മണം നൽകുന്ന സാധനങ്ങൾ നമ്മളിട്ടതൊക്കെ. വല്ലാത്തൊരു മണം വരുന്നുണ്ട് ചിക്കൻ തോരൻ്റെ. ഒന്ന് ചെറുതായിട്ടൊന്ന് മൂക്കട്ടെ നമ്മളിപ്പിട്ട സാധനങ്ങൾ. അപ്പോൾ നമ്മുടെ ചിക്കൻ തോരൻ അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. ഈ സമയം ഞാൻ ഇതിലേക്ക് 2 തണ്ട് കറിവേപ്പില, പിന്നെ ഒരു ഭംഗിക്ക് വേണ്ടി ഒരു 3 പച്ചമുളക് കേട്ടോ. ചെറിയ എരിവും കിട്ടും, അത്യാവശ്യം കാണാൻ ഭംഗിയുണ്ടാവും. അപ്പോൾ നമ്മുടെ ചിക്കൻ തോരൻ റെഡി ആയിരിക്കുകയാണ്. ഇതൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റിയതിന് ശേഷം നമുക്ക് വീണ്ടും കാണാം. ഫുൾ ക്രെഡിറ്റ് അമ്മയ്ക്കാട്ടോ, അമ്മയെല്ലാം പറഞ്ഞു തന്നത് ഞാൻ ചെയ്തതേ ഉള്ളൂ. ഓക്കെ, നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ നമ്മുടെ ചിക്കൻ തോരൻ അടിപൊളിയാക്കി റെഡിയാക്കി കൊണ്ടുവച്ചിട്ടുണ്ട്. സെർവിങ് ഡിഷിലേക്ക് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ചെറിയൊരു ഭാഗം ഞാൻ അമ്മയെ കൊണ്ട് ടേസ്റ്റ് ചെയ്യിക്കുക. ഈ കടിച്ച പാമ്പരെ കൊണ്ട് വിഷറക്കുക എന്ന് പറയില്ല, അതുപോലെ അമ്മ തന്നെ പറഞ്ഞിട്ട് ഇങ്ങനെയുണ്ടെന്ന്. പക്ഷേ എനിക്ക് കണ്ടിട്ട് ഭയങ്കര ടേസ്റ്റായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ഞാൻ തമാശ പറഞ്ഞതാണ് അമ്മയ്ക്ക്. കഴിച്ചു നോക്ക് ഞാൻ ഒരു പ്രശ്നം എടുക്കാം. നല്ല ഭംഗിയുണ്ടല്ലേ കാണാൻ. കഴിക്കൂ. ഇത് ചപ്പാത്തിക്കും ചോറിനും ഒക്കെ ബെസ്റ്റ് കോമ്പിനേഷൻ ആട്ടോ. ഞങ്ങളൊന്ന് ചപ്പാത്തിയിലൂടെ കഴിക്കണം, ഒന്നും കാണിക്കുന്നില്ല. ചോറിനായാലും ബെസ്റ്റ് അത്. ഓക്കെ, സ്വന്തമായിട്ട് ഉണ്ടാക്കിയിട്ട് സ്വന്തമായിട്ട് കഴിച്ചിട്ട് ഇതിന് ഞാൻ ചെയ്തുകൊണ്ടിരുന്നു അല്ലേ. എനിവേ നന്നായിട്ടുണ്ട്, അടിപൊളിയായിട്ടുണ്ട്. സത്യം പറയാം, നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ഈ വീഡിയോ അല്ലെങ്കിൽ എൻ്റെ അമ്മയുടെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. വളരെ ഈസിയാണ് ഉണ്ടാക്കിയെടുക്കാൻ. സോ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ബൈ ഫ്രം സജീസ് ഇന്നോവേഷൻസ്.